നമ്മളിനി പോകുന്നത് തിരുവനന്തപുരത്തേക്ക്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സർക്കാർ രംഗത്തിറങ്ങി. പ്രതിഷേധം കൂടുതൽ ചൂടുപിടിക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ വാർത്താപ്പകലിൽ നമ്മൾ കണ്ടത്. ടെസ്റ്റ് തടയാൻ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സമരം പൊളിക്കാൻ സ്വന്തം മകളെ കൂട്ടിയെത്തുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ. മുട്ടത്തറയിൽ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തിയ ആളുകളെ തടയുന്നതിനിടയിലായിരുന്നു സംഭവം. പരീക്ഷ നടന്നു, പക്ഷേ കുട്ടിക്ക് എച്ചെടുക്കാനായില്ല. കൂകിവിളിക്കിടെ സ്ഥലം വിടേണ്ടിയും വന്നു. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് തിരുവനന്തപുരം മുട്ടത്തറയിൽ ഇന്നു മുതൽ ടെസ്റ്റിംഗ് പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 8 മുതൽ 10 ദിവസം വരെയായി ആരും തന്നെ ടെസ്റ്റിന് എത്താത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ആരെങ്കിലും ടെസ്റ്റിന് എത്തിയാൽ ഇവരെ സമരക്കാർ തന്നെ പറഞ്ഞുവിടുന്ന, മടക്കി അയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് മുട്ടത്തറയിൽ എത്തിയത് 3 പേരാണ് ടെസ്റ്റിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഇതിൽ ഒരാൾ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടറുടെ മകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ പ്രക്ഷോഭങ്ങൾക്കിടയിലായിരുന്നു ഈ പെൺകുട്ടി ഇത്തരത്തിൽ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ തന്റെ പിതാവിനോടൊപ്പം സ്വന്തം വാഹനത്തിൽ ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക്, മുട്ടത്തറയിലുള്ള ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ടെസ്റ്റ് പുരോഗമിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ ടെസ്റ്റ് അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ കുട്ടി ഈ ഒരു കമ്പിയിലിടിക്കുകയും ഈ ടെസ്റ്റ് ഫെയിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നാലെ 2 പേർ കൂടി ഇരുചക്ര വാഹനത്തിൽ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. ഇരുവരും റോഡ് ടെസ്റ്റിലാണ് ഫെയിലായത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നമ്മളോട് പറയുന്നത്, ഇത്തരത്തിൽ ഒരു ടെസ്റ്റിന് വരുമ്പോൾ ആ വാഹനത്തിന്റെ പല പേപ്പറുകൾ ക്ലിയർ ആയിരിക്കണം. മാത്രമല്ല ഇത്തരത്തിൽ ഇൻഡിക്കേറ്റർ വാഹനത്തിൽ ഉണ്ടാകണം, ഒന്നും പൊട്ടാൻ പാടില്ല, ചളുക്കുകൾ പാടില്ല, വാഹനം അപകടത്തിൽപ്പെട്ടതിൻ്റെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കുറേ കാറ്റഗറിയൊക്കെ ഉണ്ട്. ഇതെല്ലാം പരിഗണിച്ച് വേണം, അല്ലെങ്കിൽ ഇതെല്ലാം പരിഹരിച്ചു കൊണ്ടുവേണം ഇത്തരത്തിൽ ഒരു വാഹനം ടെസ്റ്റിന് വേണ്ടി എത്തുന്നത്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന്റെ മകൾ എന്നുള്ള രീതിയിൽ ഈ വാഹനവുമായി എത്തുമ്പോൾ ഇരട്ട നിയമമാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഞങ്ങളെ ഡ്രൈവിംഗ് സ്കൂളുകാർ പണ്ട് വന്ന ഒരു കുട്ടി 5 മിനിറ്റ് താമസിച്ച് വന്നാൽ ഈ ഇവിടെ ഇരിക്കുന്ന വെഹിക്കിളന്മാര് കൊടുക്കൂല, പതിച്ചു കൊടുക്കാറില്ല. അത് ടെസ്റ്റ് നടത്തിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വണ്ടി ഒരു ചെറിയൊരു ഗ്ലാസ് പൊട്ടി അവർ കയറ്റത്തില്ല. പിന്നെ അവർ ഇടിച്ച വണ്ടി എങ്ങനെ ഒരു ടെസ്റ്റ് പാസ്സായി? ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ വലിയതുറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ടെസ്റ്റ് ബഹിഷ്കരിക്കാനും പഠിപ്പിക്കാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ ടെസ്റ്റിന് വരുന്നവരെ ആക്രമിക്കാനും അവരെ തടയാനും അവരെ അസഭ്യം പറയാനും അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വേണ്ടെന്ന് പറയാനൊന്നും ഇവർക്ക് യാതൊരു അവകാശവും ഇല്ല. ഞാൻ വലിയതുറ സ്റ്റേഷനിൽ അവർക്കെതിരെ ഞങ്ങളെ ആക്രമിച്ചതിനും അസഭ്യം പറഞ്ഞതിനുമൊക്കെ ചേർത്ത് പരാതി നൽകിയിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഈ സമരക്കാരുടെ തീരുമാനം. ഈ മന്ത്രി, വിദേശത്തുള്ള മന്ത്രി തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഇത്തരത്തിൽ സമരം വ്യാപിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഈ ഒരു പ്രതിസന്ധി ഉടൻ അവസാനിപ്പിക്കേണ്ടത് സർക്കാരിന്റെ കൂടി ഒരു ആവശ്യമാണ്. കാരണം ഈ ഒരു ഡ്രൈവിംഗ് പരിഷ്കാരം ആവശ്യമാണെന്ന് തന്നെയാണ് ഈ പൊതുജനമടക്കം പറയുന്നത്. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നുള്ള കള്ളക്കളിയാണ് ഇത്തരത്തിൽ ടെസ്റ്റ് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നതടക്കം വിമർശനങ്ങൾ ഉണ്ട്. ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനും മോട്ടോർ വാഹന വകുപ്പിനുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്ന് ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മകൾ തന്നെ നേരിട്ടെത്തി ഒരു ടെസ്റ്റ് നടത്തിയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്.